കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏറ്റവും മികച്ച ഒരു കാലയളവിലൂടെ കടന്നു പോവുകയായിരുന്നു. നമ്മുടെ സഹോദര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊതുവിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ സമസ്ത തലങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ പരീക്ഷാ സമ്പ്രദായങ്ങളെ പോലും നിർത്തലാക്കിക്കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാമാരിക്ക് നമ്മളെല്ലാം അടിമപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഏത് സാഹചര്യത്തെയും നമ്മൾ അതിജീവിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷ ഇനി നടക്കാനുള്ള 10ാം ക്ലാസ്സിൻ്റെ ശേഷിക്കുന്ന 3 പരീക്ഷകൾ അതെങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പഠന പിന്തുണ നൽകാമെന്ന് സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ പത്തനംതിട്ട ജില്ല വളരെ സജീവമായതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ നമുക്ക് ജില്ലയിൽ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ 10 എണ്ണമാണുള്ളത്. ഈ 10 പ്രതിഭാ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലയിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയെല്ലാം നമ്മൾ അവർക്ക് പഠന പിന്തുണ നൽകാൻ തീരുമാനിച്ചു. പഠന പിന്തുണ നൽകുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പരീക്ഷ ബാക്കിയുള്ള വിഷയങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഒരു വെക്കേഷൻ മനോഭാവത്തിലാണ് നിൽക്കുന്നത്. സാഹചര്യങ്ങളും എല്ലാം ചുറ്റുപാടുകളെല്ലാം അങ്ങനെ ആയിരുന്നുകൊണ്ട് അവരെല്ലാം തന്നെ പഠനം എന്ന ഒരു പ്രക്രിയയിൽ നിന്ന് കുറച്ചുകൂടെ എന്ന് ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരക്കാരെ നമ്മൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളിലേക്ക് കൂടുതൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാമെന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 3 വിഷയങ്ങളാണ് ഇനി നമുക്ക് നടക്കാനുള്ളത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങളെ നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ച് അതിൻ്റെ വിഷയത്തിൻ്റെ എക്സ്പെർട്ടുകളെ കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് രൂപത്തിലുള്ള ഓരോ പാഠഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുട്ടിക്ക് എത്രയും വേഗം മനസ്സിലാകുന്ന വിധത്തിൽ, അതായത് ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് എത്തുന്നവരെയും ഇടയ്ക്ക് നിൽക്കുന്നവരെയും എന്നാൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യം വരുന്നവരെ എല്ലാ വിഭാഗക്കാരെയും കണക്കാക്കിക്കൊണ്ടാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരീക്ഷ പൂർണ്ണ വിജയത്തിലെത്തിക്കുക, എല്ലാ കുട്ടികളെയും നമ്മുടെ ജില്ലയിൽ 10ാം ക്ലാസ്സിന് മുഴുവൻ പേരെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ ഒരു ആലോചന വരാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഓൺലൈനിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു, TV തുടങ്ങിയതൊന്നും ഇല്ലാത്ത ചില പ്രദേശങ്ങളുള്ളവരെയായിരുന്നു നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചത്. അവരെ ഒക്കെ നമ്മൾ സാമൂഹിക അകലം പാലിച്ച് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് നമ്മൾ കുറച്ച് ആളുകളെ മാത്രം വിളിച്ച് പ്രതിഭാ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവർക്ക് ഇത്തരത്തിലുള്ള ചില പഠന സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ എത്താൻ കഴിയാത്ത ഒരു ദിവസം നമുക്ക് വളരെ കുറച്ച് ആളുകളെ അങ്ങനെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് മുഴുവൻ പേരിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വീഡിയോസ് സംവിധാനത്തിലൂടെ ക്ലാസ്സുകൾ എന്നതിന് പറയാനില്ല, പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതിൽ നിന്ന് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഭാഗങ്ങൾ നമ്മളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് സമഗ്ര ശിക്ഷ പ്രചരിപ്പിക്കും. ഇത് നമ്മുടെ സമഗ്ര ശിക്ഷയിലെ CRC കോർഡിനേറ്റർമാർ, ട്രെയിനർമാർ, ആർത്തിമാർ തുടങ്ങിയവരെല്ലാം തന്നെ സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാർക്ക് ഇതിൻ്റെ ലിങ്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അവരുടെ കുട്ടികൾക്ക് പറയുകയും ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ഇത് ഉപയോഗിക്കാം. എനിക്കിത് പറയാനുള്ള ഒരു പ്രധാന സംഭവം, നമ്മൾ ഇത്രയും ഒരു പ്രതിസന്ധിയിലായിട്ട് കൂടി നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കുകയാണ്. അങ്ങനെ അതിജീവിക്കാൻ നമ്മൾ എടുക്കുന്ന ഈ എഫർട്ട് നിങ്ങൾ പൂർണ്ണമായും വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം. ജില്ലയിൽ 10ാം ക്ലാസ്സിൻ്റെ വിജയം പൂർണ്ണമാകട്ടെ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും സമഗ്ര ശിക്ഷാ കേരളയുടെ പത്തനംതിട്ട ജില്ല ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ് മൂലം മാറ്റിവെച്ച നമ്മുടെ പരീക്ഷകൾ അടുത്ത ആഴ്ച നടത്തുകയാണല്ലോ. ഇനി നടക്കുവാനുള്ള കെമിസ്ട്രി പരീക്ഷയുടെ പാഠഭാഗങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമുക്ക് 7 അധ്യായങ്ങളാണ് ഉള്ളത്. ഓരോ അധ്യായവും നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. 2ാമത്തേത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. 3 ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. 4 ലോഹ നിർമ്മാണം. 5 അലോഹ സംയുക്തങ്ങൾ. 6 ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. 7 ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇതിനകത്ത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട്.
അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ആരോഹണ ക്രമം നമ്മൾ അറിഞ്ഞിരിക്കണം. 1s സബ്ഷെല്ലിനാണ് ഏറ്റവും കുറഞ്ഞ ഊർജം, 2sന് അതിലും കൂടുതൽ ഊർജം, ദെൻ 2p, 3s, 3p, 4s, 3d. ഈ ഓർഡർ പഠിച്ചു വെക്കണം. ആറ്റോമിക് നമ്പർ 30 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് സാധാരണ 10ാം ക്ലാസ് ലെവലിൽ ചോദിക്കുന്നത്. അതിനായി നമ്മൾ അടുത്തത് അറിയേണ്ട കാര്യം, എസ് സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10, എഫില് 14. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആറ്റോമിക നമ്പർ അറിയാവുന്ന ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാൻ സാധിക്കും. ആറ്റോമിക നമ്പർ 12ആയ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്ക് ശ്രമിക്കാം. 12 ഇലക്ട്രോണുകളിൽ 2 ഇലക്ട്രോൺ, എസ് സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. 2 ഇലക്ട്രോൺ 1s സബ്ഷെല്ലിൽ പ്ലേസ് ചെയ്യുന്നു. ബാക്കി 2 ഇലക്ട്രോൺ 2sല്, ബാക്കി 6 ഇലക്ട്രോൺ 2pയില്. ബാക്കി 10 ഇലക്ട്രോൺ കഴിഞ്ഞു. നമുക്ക് അടുത്ത 2 ഇലക്ട്രോൺ 3s സബ്ഷെല്ലിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ ആറ്റോമിക നമ്പർ 12ആയ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂലകത്തിന്റെ ബ്ലോക്ക് കണ്ടെത്താൻ. അവസാനത്തെ ഇലക്ട്രോൺ പൂരണം ഏത് സബ്ഷെല്ലിലാണോ നടന്നത് അതാണ് ആ മൂലകത്തിന്റെ ബ്ലോക്ക്, മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്നിരിക്കുന്നത് എസ് സബ്ഷെല്ലിലായതിനാൽ ഈ മൂലകത്തിന്റെ ബ്ലോക്ക് എസ് ആണ്. അടുത്തത് ഗ്രൂപ്പ് നമുക്ക് കണ്ടെത്താം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പ് നമ്പറിന് തുല്യമായിരിക്കും. ലാസ്റ്റ് ഫില്ല് ചെയ്ത എസ് സബ്ഷെല്ലിൽ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, അതിനാൽ ഗ്രൂപ്പ് നമ്പർ 2. അടുത്തത് പീരീഡ് കണ്ടെത്താൻ അവസാനം ഫില്ല് ചെയ്ത ഷെല്ലിന്റെ നമ്പർ പീരീഡ് നമ്പറിന് തുല്യമായിരിക്കും. ഇവിടെ 3rd ഷെല്ലാണ് ലാസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത്, അതിനാൽ പീരീഡ് നമ്പർ 3. ഇനി ആറ്റോമിക നമ്പർ 15ആയ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 6 ഇലക്ട്രോൺ, 3sൽ 2 ഇലക്ട്രോൺ. 12 ഇലക്ട്രോണുകൾ തീർന്നു. ബാക്കി നമ്മളുടെ കൈവശം 3 ഇലക്ട്രോണുകൾ ഉണ്ട്. അത് 3pയിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. പി സബ്ഷെല്ലിൽ പരമാവധി 6 ഇലക്ട്രോൺ ഉൾക്കൊള്ളുമെങ്കിലും നമ്മുടെ കൈവശം 3 ഇലക്ട്രോണുകളെ ഉള്ളൂ, അതിനാൽ ആ ഇലക്ട്രോണുകൾ 3pയിൽ ഫില്ല് ചെയ്തു. ഇനി അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് പി സബ്ഷെല്ലിൽ ആയതിനാൽ ബ്ലോക്ക് പി. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായി പി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം, ഇവിടെ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം 12 കൂട്ടുക. 3ഉം 12ഉം കൂടെ കൂട്ടിയാൽ 15, ഗ്രൂപ്പ് നമ്പർ 15. ഇനി പീരീഡ് കണ്ടെത്താൻ 3rd ഷെല്ല് വരെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്, അതിനാൽ പീരീഡ് നമ്പർ 3. ഇനി ആറ്റോമിക നമ്പർ 23ആയ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. 18 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തു. ഇനി നമ്മളുടെ കൈവശം 5 ഇലക്ട്രോണുകളും കൂടെ ബാക്കിയുണ്ട്. അടുത്തതായി ഫില്ല് ചെയ്യുന്ന സബ്ഷെൽ 4s ആണ്. 4sൽ പരമാവധി 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. അതിനുശേഷമാണ് 3d ഫില്ല് ചെയ്യുന്നത്. 20 ഇലക്ട്രോണുകൾ നമുക്ക് കഴിഞ്ഞു. ബാക്കി വരുന്ന 3 ഇലക്ട്രോൺ 3d സബ്ഷെല്ലിൽ പ്ലേസ് ചെയ്യുക. ലാസ്റ്റ് ഫില്ല് ചെയ്ത സബ്ഷെല്ല് ഡി ആയതിനാൽ ഡി, ബ്ലോക്ക് ഡി. പക്ഷേ ഇത് എഴുതുന്നത് ഫസ്റ്റ് കിടക്കുന്നത് കെ ഷെല്ല്, ദെൻ എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്.
3D സബ്ഷെല്ല് 3Pയോടൊപ്പം ആയതിനാൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതി 3D3 4s2. ഈ രീതിയിലാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ അവസാനം ഫില്ല് ചെയ്ത ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും ഔട്ടറിലുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടെ കൂട്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടെത്തുന്നത്. ഡി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ, എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ദെൻ ഗ്രൂപ്പ് നമ്പർ 5. ഇവിടെ പീരീഡ് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ ഷെല്ല്, ഏറ്റവും ഔട്ടറിലെ ഷെല്ല് 4th ഷെല്ലാണ്. അതിന്റെ ഷെൽ നമ്പർ 4 ആയതുകൊണ്ട് പീരീഡ് നമ്പർ 4. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം. ക്രോമിയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3D4s2 ആണ്. ഇവിടെ 3D5 ഇലക്ട്രോൺ വിന്യാസത്തിന് സ്ഥിരത കൂടുതലായതിനാൽ ഒരു ഇലക്ട്രോൺ 4sൽ നിന്ന് 3Dയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് 3D5 ആകുന്നു. യഥാർത്ഥ ഇലക്ട്രോൺ വിന്യാസം 3D5 4s1 ആണ്. ഇത് പഠിച്ചു വെക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ കോപ്പറിന്റെ കേസിലും 3D9 4s2 ആണ് നമ്മൾ സാധാരണ എഴുതുന്ന രീതിയിൽ എഴുതുമ്പം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആക്ച്വൽ ഇലക്ട്രോൺ വിന്യാസം 3D10 4s1 ആണ്. ഇവിടെയും അതുപോലെ ഒരു ഇലക്ട്രോൺ 4sൽ നിന്നും 3Dയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ആകുന്നതിന്. D10 കോൺഫിഗറേഷന് സ്ഥിരത കൂടുതലാണ്, അതുപോലെ തന്നെ D5നും. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളും അവയുടെ പ്രത്യേകതകളും. എസ് ബ്ലോക്ക് മൂലകങ്ങൾ 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയെല്ലാം ഹൈഡ്രജൻ ഒഴിച്ചുള്ള ബാക്കി എല്ലാ മൂലകങ്ങളും ലോഹ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. ഇവ കാണിക്കുന്ന ഓക്സീകരണാവസ്ഥ +1 +2 എന്നീ ഓക്സീകരണാവസ്ഥകളാണ്. അയോണീകരണ ഊർജം കുറവുള്ള മൂലകങ്ങളാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ 3 തൊട്ട് 12 ഗ്രൂപ്പ് വരെ വരുന്ന മൂലകങ്ങളാണ്. ലോഹ സ്വഭാവം കൂടുതലായി കാണിക്കുന്നു. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രദർശിപ്പിക്കുന്നു. കാരണം 3Dയിലെയും 4sലെയും ഇലക്ട്രോണുകൾ ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനാലാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്? ഇവയെല്ലാം തന്നെ സംക്രമണ മൂലകങ്ങൾ ആണ്. അടുത്തത് പി ബ്ലോക്ക്. 13 തൊട്ട് 18 വരെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് പി ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഉയർന്ന അയോണീകരണ ഊർജം പ്രദർശിപ്പിക്കുന്നു. ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാണിക്കുന്നു. അടുത്തത് ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ്. പീരിയോഡിക് ടേബിൾ താഴെയായിട്ടാണ് ഇവ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലാന്തനോയിഡുകൾ 6ാമത്തെ പീരീഡിൽ നിന്നും ആക്ടിനോയിഡുകൾ 7ാമത്തെ പീരീഡിൽ നിന്നും ഉള്ള മൂലകങ്ങളാണ്. ഇവയെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. അതായത് കൃത്രിമ മൂലകങ്ങളും ഇതിനുള്ളിൽ കാണപ്പെടുന്നു. ഇനി പെട്രോളിയം വ്യവസായങ്ങളിൽ ഉൾപ്രേരകങ്ങളായി ഇവ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലെ പ്രധാന കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതിനകത്ത് വാതക നിയമങ്ങളാണ് ആദ്യം പഠിക്കാനുള്ളത്. ബോയിൽ നിയമം അനുസരിച്ച് നമ്മൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം
മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഇതാണ് ബോയിൽ നിയമം പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ബോയിൽസ് ലോ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ 50 ml സിറിഞ്ചും ഒരു ബലൂണും. ബലൂണെ ഒരു ചെറിയ കുമ്പള പോലെ ഉറപ്പിച്ച് വലിച്ചു കെട്ടുക. എന്നിട്ട് ഇത് ബലൂണിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് മുറിച്ച് കളയാം. അതിനുശേഷം നിങ്ങളുടെ 50 ml സിറിഞ്ച് എടുക്കുക. അതിൻ്റെ പ്ലഞ്ചർ പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആ ചെറിയ ബലൂൺ ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം നിങ്ങളുടെ പ്ലങ്ങർ വെച്ച് ഇതിനെ അടയ്ക്കുക. ബലൂണ് അനങ്ങാനായി വേണ്ട സ്ഥലം ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ സിറിഞ്ച് എടുത്ത് ഇതിൻ്റെ തലഭാഗം അടച്ചു വയ്ക്കുക. വിരൽ കൊണ്ട് അടച്ച് സിറിഞ്ച് ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബലൂൺ വളരെ ചെറുതാകുന്നത് കാണാം. നിങ്ങൾ സിറിഞ്ച് ഞെക്കുമ്പോൾ സിറിഞ്ചിനുള്ളിലെ പ്രഷർ കൂടുന്നത് കാരണം ബലൂണിൻ്റെ ആകാരം വളരെ ചുരുങ്ങുന്നതായി നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സിറിഞ്ചിൻ്റെ മറ്റേ അറ്റം അടച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലങ്ങർ പുറകോട്ട് മാറ്റുക. ചെറിയ ചാൾസ് നിയമമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ചാൾസ് നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. അടുത്തത് അവഗാഡ്രോ നിയമമാണ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണം, അതാണ് N, തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ 3 നിയമങ്ങളും പഠിച്ചു വെക്കേണ്ടതാണ്. ഇവയുടെ ഡെഫിനിഷൻ പുസ്തകത്തിലുണ്ട്. അടുത്തത് ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. കാരണമെന്ത്? നമുക്കറിയാം, അക്വേറിയത്തിന്റെ അടിഭാഗത്ത് മർദ്ദം കൂടുതലാണ്. ബോയിൽ നിയമം അനുസരിച്ച് മർദ്ദം കൂടുമ്പോൾ എന്തു കുറവായിരിക്കും? വ്യാപ്തം കുറവായിരിക്കും. അതുകൊണ്ട് കുമിളയുടെ വലിപ്പം കുറവായിരിക്കും. മുകളിലേക്ക് എത്തും തോറും മർദ്ദം കുറയുന്നു, അതിനനുസരിച്ച് വ്യാപ്തം കൂടുന്നു. അതുകൊണ്ട് കുമിളകളുടെ വലിപ്പം കൂടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. അതിന് കാരണം നമ്മൾ ചാൾസ് നിയമം അനുസരിച്ച് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. വെയിലത്തിരിക്കുമ്പോൾ താപനില കൂടുന്നു, അതിനനുസരിച്ച് വ്യാപ്തം കൂടുന്നു. ചാൾസ് നിയമം അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യേണ്ടത്. അടുത്തത്, ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവഗാഡ്രോ നിയമം അനുസരിച്ചാണ്. നമ്മൾ ഊതുമ്പോൾ കുറേ അധികം വായു ബലൂണിനുള്ളിലേക്ക് കടക്കുന്നു. ബലൂണിന് ഉള്ളിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, അതിനാൽ വ്യാപ്തം കൂടുന്നു. അവഗാഡ്രോ നിയമം. നമുക്കിനി പഠിക്കാനുള്ളത് ഒരു മോൾ എന്നാൽ എന്ത് എന്നുള്ളത്. നമുക്കറിയാം, ഒരു ജോഡി എന്ന് പറയുന്നത് 2 2 ഉണ്ട്. ഒരു ഡസൻ 12 2 ഡസൻ അന്നേരം എത്രയാണ്? 24 എണ്ണത്തെയാണ് നമ്മൾ 2 ഡസൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡസൻ പേന 12 പേന, 2 ഡസൻ പേന 24. അതുപോലെ രസതന്ത്രത്തിൽ 6 പോയിന്റ്, ഇത് എഴുതിയിരിക്കുന്നത് തെറ്റാണ്, 6.022 × 10⁻23 എന്ന നമ്പറിന് പറയുന്ന പേരാണ് ഒരു മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 × 10⁻23 എന്ന നമ്പറിന് പറയുന്നത്. ഇനി ഒരു മോൾ ആറ്റമാണെങ്കിൽ അതിനകത്ത് 6.022 × 10⁻23 ആറ്റങ്ങൾ കാണും. തന്മാത്രയാണെങ്കിൽ 6.022 × 10⁻23 തന്മാത്രകൾ കാണും. ഇതിന്
അവഗാഡ്രോ സംഖ്യ എന്നും പറയാറുണ്ട്. അവഗാഡ്രോ സംഖ്യ ചോദിച്ചാലും എഴുതേണ്ടത് ഇതാണ്, 6.022 ആണ് ഇൻറ്റു 10⁻23. ഇനി ഈ 1 മോൾ വാതകത്തിന്റെ STPയിലുള്ള സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിലുള്ള വ്യാപ്തം 22.4 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 44.8 ലിറ്റർ എത്ര മോൾ കാണും? 2 മോൾ. 67.2 ലിറ്റർ 3 മോൾ. അങ്ങനെ നമുക്ക് വിവിധ വാതകങ്ങളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാൻ കഴിയും. തന്നിരിക്കുന്ന വ്യാപ്തത്തെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ മോൾ എണ്ണം കണ്ടുപിടിക്കാം. നമ്മളുടെ അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 3, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. ഇതിനകത്ത് ചോദ്യം വരുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. കുറേ മൂലകങ്ങൾ തന്നിട്ട് നമുക്ക് ഇവിടെ മഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം ഇവയിൽ വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം ഏതാണ്? ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയാശീല ശ്രേണി പരിചയപ്പെടണം. ക്രിയാശീല ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള മൂലകം കോപ്പർ, അതിന് താഴെ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതില് ഹൈഡ്രജന് മുകളിലുള്ളവ, ഹൈഡ്രജൻ അലോഹമാണെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈഡ്രജന് മുകളിലുള്ളവ നേർപ്പിച്ച ആസിഡുകളുമായി പ്രവർത്തിച്ച് ഏത് വാതകം പുറത്തുവിടുന്നു? ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. ഹൈഡ്രജന് താഴെയുള്ള ലോഹം എന്ത് ചെയ്യുന്നില്ല? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ ആദേശം ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആദേശ രാസപ്രവർത്തനം പരീക്ഷയ്ക്ക് അടുത്ത ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ കുറെ ലായനികൾ തന്നിട്ട് ഇതിനകത്ത് ഒരു റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഒരു ലോഹത്തിന്റെ ലായനി വേറൊരു ലോഹത്തിന്റെ റോഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യും. ആദേശ രാസപ്രവർത്തനം നടക്കുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനു മുമ്പ് ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്തെന്ന് നമുക്ക് പഠിക്കാം. ക്രിയാശീലം കൂടിയ ഒരു ലോഹം, അതായത് ഇവിടെ നോക്കുമ്പോൾ മഗ്നീഷ്യത്തിന്റെ റോഡ് കോപ്പറിന്റെ ലായനിയിൽ ഡിപ്പ് വെച്ചിരിക്കുന്നു. മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ ക്രിയാശീല ശ്രേണിയിൽ നമ്മൾ കണ്ടതാണ്, ക്രിയാശീലം കൂടുതലായതിനാൽ ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കും. ആദേശ രാസപ്രവർത്തനം എന്നാൽ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണ ലായനിയിൽ നിന്നും ആദേശം ചെയ്യും. ഈ രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ക്രിയാശീല ശ്രേണിയിൽ ലോഹങ്ങളുടെ സ്ഥാനം മാത്രം നോക്കിയാൽ മതി ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് സിൽവർ റോഡാണ് ഡിപ്പ് ചെയ്തു വച്ചിരിക്കുന്നത്. സിൽവറിന് കോപ്പറിനേക്കാൾ ക്രിയാശീലം കുറവായതിനാൽ ഈ ബീക്കറിൽ ആദേശ രാസപ്രവർത്തനം നടക്കില്ല. മൂന്നാമത്തെ കേസിൽ സിങ്ക് സൾഫേറ്റ് ലായനിയിലേക്ക് മഗ്നീഷ്യം റോഡ് ഡിപ്പ് ചെയ്തു വച്ചിരിക്കുന്നു. ഇവിടെ സിങ്കിന് ക്രിയാശീലം കുറവ്, മഗ്നീഷ്യത്തിന് ക്രിയാശീലം കൂടുതൽ, ആദേശ രാസപ്രവർത്തനം നടക്കും. അടുത്തത് സിൽവർ നൈട്രേറ്റ് ലായനിയിലേക്ക് മഗ്നീഷ്യം റോഡ് ഡിപ്പ് ചെയ്തു വച്ചിരിക്കുന്നു. സിൽവറിന് ക്രിയാശീലം കുറവ്, മഗ്നീഷ്യത്തിന് ക്രിയാശീലം കൂടുതൽ, ആദേശ രാസപ്രവർത്തനം നടക്കും. നെക്സ്റ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് ലായനിയിലേക്ക് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ ആദേശ രാസപ്രവർത്തനം നടക്കില്ല. കാരണം മഗ്നീഷ്യത്തെക്കാൾ ക്രിയാശീലം കുറഞ്ഞ ലോഹമാണ് കോപ്പർ. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉറപ്പ് ചോദിക്കും.
ഇനി നമുക്ക് വൈദ്യുത സെല്ലുകളെ കുറിച്ച് പഠിക്കാം. വൈദ്യുത സെല്ല് റിഡോക്സ് പ്രവർത്തനം വഴി വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ വോൾട്ടായിക് സെൽ അഥവാ ഗാൽവാനിക് സെൽ എന്ന് പറയും. ഇതിന് പ്രധാനമായും 2 ഹാഫ് സെല്ലുകളുണ്ട്. ഒന്നാമത്തെ ഹാഫ് സെല്ലിൽ ഓക്സീകരണം നടക്കുന്നു. ക്രിയാശീലം കൂടിയ ലോഹത്തിന്റെ ഒരു ലായനിയിലേക്ക് അതിന്റെ തന്നെ ഒരു ദണ്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കൊരു ഹാഫ് സെല്ല് കിട്ടും. ക്രിയാശീലം കൂടിയ ലോഹമാണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ആനോഡ് നെഗറ്റീവാണ്, ഓർക്കേണ്ട കാര്യം. ഗാൽവാനിക് സെല്ലിൽ ക്രിയാശീലം കൂടിയ ലോഹത്തിന്റെ ഹാഫ് സെല്ല് ആനോഡായും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ഹാഫ് സെല്ല് കാഥോഡായും ആക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. ഇതിന് നടുക്ക് ഒരു സാൾട്ട് ബ്രിഡ്ജ് കൊണ്ട് 2 ഹാഫ് സെല്ലുകളെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. സാൾട്ട് ബ്രിഡ്ജിന്റെ ഉപയോഗം അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, സെല്ലുകളുടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുക എന്നുള്ളതുമാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് സാൾട്ട് ബ്രിഡ്ജ്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇതിന്റെ റിഡോക്സ് പ്രവർത്തനമാണ്. ആനോഡിൽ ഓക്സീകരണം നടക്കുന്നു. സിങ്ക് Zn2+ അയോണായി മാറുന്നു. സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ 0-ൽ നിന്നും +2-ലേക്ക് മാറുന്നതിനാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. ഓക്സീകരണം ഇവിടെ കോപ്പർ ഇലക്ട്രോഡിന് കോപ്പർ 2+ അയോണുകൾ 2 ഇലക്ട്രോണുകൾ ആഗിരണം ചെയ്ത് കോപ്പർ ലോഹമായി മാറുന്നതിനാൽ നിരോക്സീകരണം +2 ഓക്സീകരണാവസ്ഥയിൽ നിന്നും 0 ഓക്സീകരണാവസ്ഥയിലേക്ക് വരുന്നതിനാൽ നിരോക്സീകരണം. ഇതാണ് റിഡോക്സ് പ്രവർത്തനം. Zn plus Cu2+ gives Zn2+ Cu. ഇനി നമുക്ക് വൈദ്യുത വിശ്ലേഷണ സെൽ പരിചയപ്പെടാം. വൈദ്യുതോർജം കടത്തിവിടുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ഇതിനും ആനോഡും കാഥോഡുമുണ്ട്. ആനോഡിൽ ഓക്സീകരണം, കാഥോഡിൽ നിരോക്സീകരണം. ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയിലൂടെയാണ് നമ്മൾ വൈദ്യുതി കടത്തിവിടുന്നത്. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവുമാണ്. ഗാൽവാനിക് സെല്ലുകളിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. ഗാൽവാനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട വ്യത്യാസം വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. പക്ഷേ ഗാൽവാനിക് സെല്ലുകളിൽ രാസോർജം വൈദ്യുതോർജമായാണ് മാറ്റപ്പെടുന്നത്. ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിങ്ക്, കോപ്പർ ഇങ്ങനെ ഒരു സെല്ല് തന്നിട്ട് ആനോഡും കാഥോഡും എഴുതാൻ പറഞ്ഞാൽ ക്രിയാശീലം കൂടിയ ലോഹം ആനോഡായിട്ടും ക്രിയാശീലം കുറഞ്ഞ ലോഹം കാഥോഡായിട്ടും എഴുതും. ഇവിടെ സിങ്കും കോപ്പറും എടുക്കുമ്പോൾ സിങ്കിന് ക്രിയാശീലം കൂടുതലാണ് ആനോഡ്, കോപ്പറിന് ക്രിയാശീലം കുറവ് കാഥോഡ്. കോപ്പർ സിൽവർ ക്രിയാശീലം കൂടുതൽ കോപ്പർ ആനോഡ്, സിൽവർ കാഥോഡ്. ഇവിടെ ഈ സെല്ലിന്റെ പേരിൽ ആദ്യം വരുന്നത് ആനോഡ്, രണ്ടാമത് വരുന്നത് കാഥോഡ്, അങ്ങനെ ഓർത്തിരിക്കാം. ഇനി വൈദ്യുത വിശ്ലേഷണ സെൽ നമ്മൾ പഠിച്ചതാണ്. അവയുടെ ഉപയോഗം ചോദിക്കാറുണ്ട്. ലോഹങ്ങളുടെ നിർമ്മാണത്തിന്, ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന്, സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ആനോഡിലും കാഥോഡിലും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആനോഡിൽ ക്ലോറിൻ വാതകവും
കാഥോഡിൽ സോഡിയം ലോഹവുമാണ് ലഭിക്കുന്നത്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ ക്ലോറൈഡ് അയോണുകളും സോഡിയം അയോണുകളും മാത്രമേ ഉള്ളൂ. ഈ സമവാക്യം പഠിച്ചോണം. ആനോഡിൽ ഓക്സീകരണം, കാഥോഡിൽ നിരോക്സീകരണം. സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ആനോഡിലേക്ക് എത്തുന്നത് ക്ലോറൈഡ് അയോണുകളും OH- അയോണുകളുമാണ്. ജലത്തിൽ നിന്നുള്ള OH- അയോണുകളുമാണ്. ഇതിൽ ഓക്സീകരണ പ്രവണത കൂടുതലുള്ളത് ക്ലോറൈഡ് അയോൺ ആയതിനാൽ ആനോഡിൽ നിന്നും ക്ലോറിൻ വാതകം ലഭിക്കുന്നു. കാഥോഡിലേക്ക് എത്തുന്ന അയോണുകളാണ് സോഡിയം അയോണുകളും H3O+ അയോണുകളും ജലവും. നിരോക്സീകരണ പ്രവണത ഈ അയോണുകളെ അപേക്ഷിച്ച് ജലത്തിന് കൂടുതലായതിനാൽ ജലത്തിന് നിരോക്സീകരണം സംഭവിച്ച ഹൈഡ്രജൻ ആണ് കാഥോഡിൽ നിന്ന് സ്വതന്ത്രമാകുന്നത്. ഈ സമവാക്യങ്ങൾ പഠിച്ചോണം.